ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ഒരു ബ്രൈഡൽ വർക്കാണ് കേട്ടോ ഇത് നമ്മുടെ ബ്രൈഡ് തൃഷ ഒരു പാവമായിട്ടുള്ളൊരു ബ്രൈഡായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്. പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് വേണേലും ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞൊരു ബ്രൈഡായിരുന്നു. ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ടാണ് എല്ലാ ബ്രൈഡൽ വർക്കും ഒന്നിച്ചാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിലോട്ട് വരാൻ തന്നെ കാരണം എൻ്റെ അമ്മയാണ്. കാരണം അമ്മ പണ്ട് തൊട്ടേ ബ്രൈഡൽ വർക്കിന് പോകുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് തന്നെ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഫീൽഡിലോട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വന്നതും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചതും അങ്ങനെ പതിവ് പോലെ തന്നെ ഞാനും അമ്മയും കൂടിയിട്ടാണ് ഈ ഒരു വർക്കിനും പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ആൻഡ് ഈ ഒരു ലുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ വയ്യായിരുന്നു. എന്നിട്ടും ആൾ എന്നെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്തു. കാരണം ഈ ഒരു വർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അറിയായിരിക്കും, ഒരാൾക്ക് ഒറ്റയ്ക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സോ നമുക്ക് എന്തായാലും ഒരു അസിസ്റ്റന്റ് വേണം. അങ്ങനെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സമയത്തല്ല അമ്മ ഒട്ടും തന്നെ വയ്യാതെ അവിടെ ഇരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ വേറെയും പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ബ്രൈഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഈവനിങ് റിസപ്ഷൻ വർക്ക് ഉണ്ടായിരുന്നു. സോ അതിന് പോകാൻ വേണ്ടി വീടെത്തിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒട്ടും തന്നെ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെല്ലാം പോയിട്ടാണ് ഈ ഒരു റിസപ്ഷൻ വർക്കിന് പോയത്. ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ അമ്മ സമ്മതിച്ചില്ല കേട്ടോ. നല്ല രീതിയിൽ അമ്മയ്ക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എണീക്കാൻ പോലും വയ്യാതെ ഇരുന്ന അവസ്ഥയിലും ഞാൻ തന്നെ ചെയ്യുന്നത് കണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു കേട്ടോ പാവം. അങ്ങനെ ഒട്ടും തന്നെ വയ്യാതായപ്പോഴത്തേക്കും ആൾ അവിടെ തന്നെ കുറേ നേരം ഇരുന്ന് പോയി കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി. എന്താണ് നമ്മുടെ ബ്രൈഡിന്റെ സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഗ്രൂമിനും ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു. അതിന്റെ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആയി.